കാക്കയ്ക്ക് താൻ കുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് കേട്ടിട്ടില്ലേ? ഇതിന്റെ അർത്ഥം എന്താണ്? മക്കൾ എങ്ങനെ ഇരുന്നാലും അമ്മമാർ അവരെ പൊന്നുപോലെ നോക്കുമെന്നല്ലേ? മാതൃസ്നേഹത്തിന്റെ മധുരിക്കുന്ന ഓർമ്മകളെ പറ്റിയും അമ്മയുടെ മുലപ്പാലിൽ കിണിഞ്ഞിറങ്ങുന്ന സ്നേഹത്തെ പറ്റിയുമൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടും അനുഭവിച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ പുതിയ കാലഘട്ടത്തിലെ സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് കാമഭ്രാന്ത് മൂത്തു കഴിഞ്ഞാൽ സ്വന്തം കുട്ടികളെ വരെ പൈശാചികമായി കൊന്നു തള്ളാൻ തോന്നുന്നത് എങ്ങനെയാണ്? ഇനി അഥവാ അബദ്ധവശാലാണ് കുട്ടി മരിക്കുന്നതെങ്കിലും ആ മൃതദേഹം 5 ദിവസം ചാക്കിൽ പൊതിഞ്ഞ് സ്വന്തം കിടപ്പുമുറിയിൽ വയ്ക്കുവാൻ ഏതെങ്കിലും ഒരു സ്ത്രീയെ കൊണ്ട് പറ്റുമോ? എന്നാൽ അങ്ങനെയൊക്കെ ചെയ്ത ഒരു സ്ത്രീയെ കുറിച്ചാണ് ഈ കഥ. നോർത്ത് അമേരിക്കയിലെ ഹുസൻ എന്ന സ്ഥലത്താണ് ഈ സംഭവം. 5 വയസ്സുകാരിയുടെ മൃതദേഹം ക്ലോസറ്റിൽ തള്ളിയ മാതാവ് അറസ്റ്റിലാവുകയും ചെയ്തു. 27-കാരിയായ പ്രിസില്ല സിക്കോളാണ് അറസ്റ്റിലായത്. സെയ്റ പാറ്റിനോ എന്ന കുട്ടിയുടെ മൃതദേഹം ദിവസങ്ങളോളം വീടിനകത്തെ ക്ലോസറ്റിൽ ചാക്കിൽ പൊതിഞ്ഞു വെച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഈ കേസിലാണ് യുവതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ഇവർക്ക് $50,000 ജാമ്യമാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. 5 വയസ്സുള്ള മകളുടെ മൃതദേഹം ദിവസങ്ങളോളം വീടിനകത്തെ ക്ലോസറ്റിൽ പൊതിഞ്ഞു വെച്ച എന്ന കേസിൽ മാതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. സെപ്റ്റംബർ 2-ാം തീയതി തിങ്കളാഴ്ചയാണ് ചീഞ്ഞ് അഴുകി തുടങ്ങിയ മൃതദേഹം ഇവരുടെ ഹുസനിലുള്ള വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തിയത്. കൊച്ചുമകളെ അന്വേഷിച്ച് വീട്ടിലെത്തിയ ഗ്രാൻഡ് പേരൻസ് വീടിനകത്തു നിന്നും പുറത്തു നിന്നും വന്ന ദുർഗന്ധം സഹിക്കാൻ കഴിയാതിരുന്നപ്പോൾ എന്താണ് സംഭവമെന്ന് അന്വേഷിച്ചപ്പോഴാണ് 27 വയസ്സുള്ള പ്രിസില്ല സിക്കോള കുട്ടി മരിച്ച വിവരം മാതാപിതാക്കളോട് പറയുന്നത്. ഉടനെ പോലീസിൽ വിവരം അറിയിച്ചു. ടോയ്ലറ്റ് ക്ലീനിങ് ലിക്വിഡ് കുടിച്ചാണ് കുട്ടി മരിച്ചതെന്നും ചൈൽഡ് പ്രൊട്ടക്റ്റീവ് സർവീസിന്റെ വിവരം ഭയം കൊണ്ടാണ് അറിയിക്കാതിരുന്നതെന്നും പ്രിസില്ല പോലീസിനോട് പറഞ്ഞു. എന്നാൽ മാതാപിതാക്കളോട് കുട്ടി മരണപ്പെട്ട കാര്യം പറഞ്ഞപ്പോൾ ഇവരുടെ മുഖത്ത് യാതൊരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഓഗസ്റ്റ് 27-നാണ് കുട്ടി മരിച്ചത്. മരിച്ചതിന് ശേഷം ശരീരം ബ്ലാങ്കറ്റിൽ പൊതിഞ്ഞ് ക്ലോസറ്റിൽ വയ്ക്കുകയായിരുന്നുവെന്നും ഇവർ പറയുന്നു. കുട്ടി എങ്ങനെ മരിച്ചു എന്നതിനെ കുറിച്ച് ഇപ്പോഴും വ്യക്തമായ വിവരമില്ല. ഒരുപക്ഷെ അപകടകരമായ മരണമാണോ അതോ മനഃപൂർവ്വമാണോ എന്ന് ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഹുസൻ പോലീസ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. സംഭവം നടന്ന വീട്ടിലേക്ക് പ്രിസില്ലയും മകളും ഓഗസ്റ്റ് 23-നാണ് താമസം മാറിയത്. കൂടെ ഇവരുടെ കാമുകനും താമസിച്ചിരുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. എന്നാൽ കാമുകനെ ഇതുവരെ അറസ്റ്റ് ചെയ്യുവാനോ തുടർ നടപടികളിലേക്ക് നീങ്ങുവാനോ പോലീസ് തയ്യാറാവാത്തത് കടുത്ത പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ സംഭവങ്ങൾ വഴിതെളിക്കുന്നത് ഒരു അമ്മ മനസ്സിന്റെ ഏറ്റവും ക്രൂരമായ മുഖത്തെക്കുറിച്ചാണ്. എത്രത്തോളം ഭയം മനസ്സിലുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഒരിക്കലും ഒരു നല്ല അമ്മയ്ക്ക് സ്വന്തം കുട്ടിയുടെ മൃതദേഹത്തിനരികെ കിടന്നുറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ തീർച്ചയായും ഈ സ്ത്രീ മാനസിക വിഭ്രാന്തിയുള്ള ഒരാളായിരിക്കും എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നത്. എന്തായാലും ഒരു പെറ്റമ്മയുടെ ഈ ക്രൂരകൃത്യം നാടിനാകെ നടുക്കിയിരിക്കുകയാണ്.